أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتول عنهم حتى حين وأبصرهم فسوف يبصرون. أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين. وتول عنهم حتى حين وأبصر فسوف يبصرون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1563 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 174 മുതൽ 152 വരെയുള്ള അവസാനത്തെ 9 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതവല്ല അൻഹും ഹത്താ ഹീൻ വഅബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ. അഫബിഅദാബിനാ യസ്തഅജിലൂൻ فإذا نزل بساحتهم فساء صباح المنذرين. وتول عنهم حتى حين وأبصر فسوف يبصرون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്ത് സ്വാഫാത്തിലെ 174 മുതൽ 182 വരെയുള്ള അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ആശയപരമായ വളർച്ച, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പോയിന്റിലെത്തിയതിനു ശേഷം സൂറത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ട വിഷയങ്ങളെ ഒരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന, ആശയപരമായിട്ട് കൂടി ഒരു കൺക്ലൂഷൻ നൽകപ്പെടുന്ന ഈ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ഭാഗത്ത് സത്യമാർഗം അംഗീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ് പ്രവാചകന്മാരും അവരുടെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങിയ ആളുകളും. അവർക്കാണ് വിജയം കൈവരിക്കാനാവുക, അവരാണ് ദൈവിക സഹായം ഏറ്റുവാങ്ങുക, അവർക്കാണ് പടച്ചു തമ്പുരാന്റെ സൈന്യം രംഗത്തിറങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. ആളുകളുടെ നിരന്തരമായുള്ള നിഷേധത്തിന്റെ സ്വഭാവം എന്താണ് എന്നതുകൂടി ഇന്നലെ നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു ലൗ അന്ന ഇൻദന ദിക്റൻ മിനൽ അവ്വലീൻ ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നായിരുന്നു നിഷേധികളായ ആളുകൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പൂർവികർക്ക് നൽകപ്പെട്ടിരുന്ന ഉത്ബോധനം, അവരെ ഓർമ്മപ്പെടുത്തുന്ന ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയ വേദഗ്രന്ഥം ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ
ഞങ്ങൾ ഏറ്റവും വിശിഷ്ടരായ ദൈവദാസന്മാരായി നിലകൊള്ളുമായിരുന്നു എന്നാണ് സമീപകാലം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ദൂതനെ, അള്ളാഹുവിന്റെ പ്രവാചകനെ വേദഗ്രന്ഥവുമായി അള്ളാഹു അവരുടെ അടുക്കിലേക്ക് അയച്ചപ്പോ അവരുടെ നിലപാട് ഫകഫറൂ ബിഹി ഫസൗഫ യഅലമൂൻ എന്ന് പറയുന്ന തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോ അവരിലേക്ക് തന്നെയായി ഒരു ദൂതനെയും ആ ദൂതൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തെയും അയച്ചപ്പോ അവരതിനെ നിഷേധിക്കുന്നവരായി മാറിയിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതം, അതിന്റെ അനന്തരഫലം, അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് അവര് വൈകാതെ തന്നെ അറിയാനിരിക്കുന്നു എന്നാണ് അള്ളാഹു ഒരു താക്കീത് എന്ന നിലക്ക് അറിയിക്കുന്നത്. തീർച്ചയായിട്ടും പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അത് തന്റെ ദാസന്മാരായ ദൈവദൂതന്മാരെ അവരുടെ കാര്യത്തില് തീർച്ചയായിട്ടും ദൈവിക സഹായം അവർക്ക് വന്നു ചേരും. അവരുടെ സഹായത്തിനായിട്ട് അള്ളാഹുവിന്റെ സൈനികരും രംഗത്ത് വരും. അതുകൊണ്ട് അവരാണ് ഗാലിബുകളാവുക, അന്തിമ വിജയം കൈവരിക്കുന്നവരാവുക എന്നാണ് അള്ളാഹു അവിടെ പറയുകയുണ്ടായത്. ഈ വിജയം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് സാക്ഷികളായിക്കൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിച്ച ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും വന്നു ചേർന്നു. പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ദൈവിക സഹായം അവരുടെ മേൽ വർഷിക്കുന്ന വിധത്തില് അവന്റെ മാലാഖമാര് തന്നെ, മലക്കുകൾ തന്നെ അവരുടെ വിജയത്തിനായിട്ട് രംഗത്ത് വന്നു. ഒടുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ആരംഭിച്ച് 23 വർഷങ്ങൾ പിന്നിടുന്നതോടെ അതിന്റെ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. സൂറത്തു സ്വാഫാത്ത് അവതരിക്കുന്ന ആ ഘട്ടം മുതൽ ഒരു പക്ഷേ 10-15 അല്ലെങ്കിൽ 16 വർഷങ്ങൾ മാത്രം പിന്നിടുന്നതോടെയാണ് അള്ളാഹു ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന ആ സമ്പൂർണ്ണ വിജയം അവർക്ക് കൈവരിക്കാനാവുന്നത്. ആ ഘട്ടത്തിൽ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്ന മറുപക്ഷത്തുള്ള നിലകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെയും തന്നെ അത് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കുക. അത് ആശയപരമായിട്ട് ഈ പ്രഭാഷണത്തിന്റെ തുടർച്ചയാണ് എന്ന് കാണാൻ സാധിക്കും. ഫതവല്ല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. പ്രവാചകരെ അതിനാൽ അവരെ വിട്ടേക്കുക, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഫതവല്ല അൻഹു ഹത്താ ഹീൻ, കുറച്ചു കാലത്തേക്ക് നിഷേധത്തിന്റെ നിലപാടിൽ മുരടുറച്ചു നിൽക്കുന്ന ഈ ആളുകളെ കുറച്ചു കാലത്തേക്ക് അവരുടെ പാട്ടിന് വിട്ടേക്കുക എന്നാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഫതവല്ല അൻഹു, തവല്ല അൻഹും എന്ന് പറഞ്ഞാൽ തങ്ങൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക, അവരെ ഒരു ഭാഗത്ത് വിട്ടേച്ച് മറ്റൊരു ദിശയിലേക്ക് നീങ്ങിക്കൊള്ളുക. ഹത്താഹീൻ, ഒരു നിർണിത കാലം വരെ, കുറച്ചു കാലത്തേക്ക് അവരെ അങ്ങ് വിട്ടേക്ക്. അവര് അബ്സിറുഹും, എന്നിട്ട് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, അവരെ സൂക്ഷ്മമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ, അവരും വൈകാതെ തന്നെ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ് ആ ആളുകളെ
അവരുടെ മുരടൻ നിലപാടുകളുമായിട്ട് അവരുടെ പല പിടിവാശികളിലുമായിട്ട് കഴിഞ്ഞുകൂടാൻ അവരെ അങ്ങ് വിട്ടേക്ക് കുറച്ചു കാലത്തേക്ക്. എന്നിട്ട് അവരെ ഒന്ന് നിരീക്ഷിച്ചു നോക്കും. വൈകാതെ തന്നെ അവരും കാര്യങ്ങള് കാണാനിടയാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം സത്യമായി പുലരുന്നത് അവർക്ക് സ്വന്തം നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാനും ഉൾക്കൊള്ളാനുമുള്ള അവസരം വൈകാതെ വന്നു ചേരും എന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വാബിസിറുഹും, അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫസൗഫ യുബ്സിറൂൻ, അവരും നിരീക്ഷിക്കുന്നവരായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർ വൈകാതെ തന്നെ കാണും അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുടെ ഭവിഷ്യത്ത് ഏത് വിധത്തിലാണ് പുലരാൻ പോകുന്നത് എന്നത് അവർക്ക് കാണാൻ കഴിയും. അഫബി അദാബിന യസ്തഅ്ജിലൂൻ, എന്നിട്ട് അല്ലാഹു ഒരു പരോക്ഷമായ ചോദ്യം ഉന്നയിക്കുകയാണ്. നമ്മുടെ ശിക്ഷക്ക് വേണ്ടിയാണോ അവർ ഈ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അഫബി അദാബിന, അവരുടെ കാര്യത്തിൽ ഇനി സംഭവിക്കാനുള്ളത് അത് മാത്രമാണ്. നമ്മുടെ ശിക്ഷ അവരെ തേടി എത്തുക എന്നത് മാത്രമാണ് ഇനി സംഭവിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ദൂതൻ ദൈവിക നിർദ്ദേശപ്രകാരം ദൈവിക സന്ദേശം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. വേണ്ട വിധത്തിൽ അത് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. അതിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട്, ശത്രുതയും പകയും ഒക്കെ കാണിച്ചുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ ഉണ്ടായിരുന്നവരെയും നേരിടാൻ ഒരുങ്ങി രംഗത്ത് വന്നൊരു സന്ദർഭമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇനി അവശേഷിക്കുന്നത് ദൈവികമായ ശിക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് സംഭവിക്കാൻ വേണ്ടിയാണോ ഇവര് ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹു ഇവിടെ പരോക്ഷമായ ഒരു ചോദ്യ രൂപത്തിൽ ഉന്നയിക്കുന്നത്. അഫബിഅദാബിന യസ്തഅ്ജിലൂൻ, നമ്മുടെ ശിക്ഷക്ക് വേണ്ടിയാണോ, അത് വേഗത്തിലാക്കാൻ വേണ്ടിയാണോ, നമ്മുടെ ശിക്ഷ അവരെ ധൃതിയിൽ പിടികൂടണം എന്നുള്ള നിലക്കാണോ അവരിങ്ങനെ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഫൈദാ നസല ബിസാഹതിഹിം, അങ്ങനെ നമ്മുടെ നടപടി അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ എത്തിച്ചേർന്നാലോ? അവരോരോരുത്തരുടെയും സാഹത്തിൽ അത് എത്തിയെന്ന് വെക്കുക. ഫൈദാ നസല ബിസാഹതിഹിം, അവരുടെ മുറ്റത്ത് അത് എത്തിച്ചേർന്നാൽ ഫസാഅ സബാഹുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ ആ പ്രഭാതം എത്ര ദുഷിച്ചതാണ് എന്നാണ് അള്ളാഹു ഒരു ആശ്ചര്യം എന്ന നിലക്ക് ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. അവരോരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് വന്നു ചേരാനിരിക്കുകയാണ് അള്ളാഹുവിന്റെ ശിക്ഷ. അള്ളാഹുവിന്റെ അദാബ് വന്നു ചേരുന്നതിനാണല്ലോ അവരിപ്പോ ഈ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് കൂട്ടിയുള്ള ഈ വർത്താനവും ഈ സംഘർഷവും ഒക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്തിമമായിട്ട് അതിനെ വിലയിരുത്തുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ തേടി ധൃതിയിലെത്താൻ വേണ്ടി മാത്രമാണ്. വേറൊന്നും അതിന്റെ അനന്തരഫലമായിട്ട് സംഭവിക്കാനില്ല. അങ്ങനെയാണ് കാര്യം അതിന്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുന്നത് എങ്കിൽ ആ ശിക്ഷ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ വന്നു ചേർന്നു എന്ന് കരുതുക. ഫൈദ നസല ബിസാഹതിഹിം, ആ അദാബ് അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ വന്നിറങ്ങി എങ്കിൽ ഫസാഅ സബാഹുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ട ആ ആളുകളുടെ എന്ന് പറഞ്ഞാൽ ദൈവികമായ ഇൻദാർ, താക്കീത് അവർക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. കാര്യങ്ങളിൽ വ്യക്തത വന്നു കഴിഞ്ഞു. അവര് അസത്യത്തിന്റെ, മിഥ്യയുടെ, ബാത്തിലിന്റെ പക്ഷത്ത് നിലകൊള്ളാമെന്ന് ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ച, താക്കീത് നൽകപ്പെട്ട ആ ആളുകൾ ഏറ്റുവാങ്ങാനിരിക്കുന്ന ആ പ്രഭാതം എത്ര ദുഷിച്ചതായിരിക്കുമെന്നാണ് അവര് സങ്കല്പിക്കുന്നത്. ഇതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കാര്യം. ഇവിടെ ഫസാഅ സബാഹുൽ മുൻദരീൻ എന്ന് പറയുമ്പോ എത്ര ദുഷിച്ച പ്രഭാതമാണ് ആ താക്കീത് ചെയ്യപ്പെട്ടവർക്ക്
ആ നാളിൽ അനുഭവിക്കേണ്ടി വരിക എന്ന ഒരു കാര്യം ഇവിടെ ഉന്നയിക്കുമ്പോൾ ആ സബാഹ് എന്ന പ്രയോഗത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മിക്ക ദൈവിക ശിക്ഷകളും പ്രവാചകന്മാരെ തിരസ്കരിച്ച, ധിക്കാരം പ്രവർത്തിച്ച, അതിക്രമികളായിട്ട് നിലകൊണ്ട സമൂഹങ്ങളെ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ പരാമർശിച്ച മിക്ക സംഭവങ്ങളിലും പരാമർശിക്കപ്പെടുന്നത് പുലരാങ്കാലത്ത് ഉണ്ടാകുന്ന ഒരു ദൈവിക നടപടിയെ കുറിച്ചാണ്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഈ പ്രഭാതവേളയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ണു തുറന്ന് എണീറ്റ് വരാൻ ആകുന്നതിന്റെ തൊട്ട് മുമ്പായുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു രക്ഷാമാർഗവും തേടാൻ ആലോചിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പായിട്ടാണ് അവരുടെ മേൽ ദൈവിക നടപടി നടപ്പാക്കപ്പെടുന്നത് എന്നതാണ്. അപ്പൊ ഈ സമൂഹം അവരുടെ തിരസ്കാരത്തിലും നിഷേധത്തിലും അക്രമപരമായ നിലപാടിലും ഒക്കെ തന്നെ മുരടുറച്ച് നിൽക്കുകയാണല്ലോ. അവരെ വിട്ടേക്കുക കുറച്ചു കാലത്തേക്ക്, അവര് വൈകാതെ തന്നെ അറിയും. അതുകൊണ്ട് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവരും നിരീക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അവരും നിരീക്ഷിക്കുകയാണ്. വൈകാതെ അവർ കാണാനും ഇരിക്കുന്നു. അപ്പോ അവരെ തേടി അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ അള്ളാഹുവിന്റെ നടപടി, അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുമ്പോ അതെത്ര ദുഷിച്ച പ്രഭാതമായിരിക്കും എന്നത് തീർച്ചയായിട്ടും അവര് മനസ്സിലാക്കേണ്ട, ആലോചിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. വഅബ്സിർ ഫസൗഫ യുബ്സിറൂൻ. അപ്പൊ ആ മുൻതറുകളുടെ താക്കീത് നൽകപ്പെട്ട ആ കൂട്ടരുടെ ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ വന്നിറങ്ങുന്ന ആ പ്രഭാതം ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം ദുഷിച്ച പ്രഭാതം തന്നെയാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വതവല്ല അൻഹു മഹത്താഹി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ നിർദ്ദേശം ആവർത്തിച്ച് പറയുകയാണ്. അവരെ ഒരല്പകാലത്തേക്ക് അങ്ങ് വിട്ടേക്ക്, അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്. ഹത്താഹീൻ, ഒരു കുറഞ്ഞ കാലത്തേക്ക്, കുറച്ചു കാലം ഇനി അവരെ കാര്യങ്ങൾ അറിയിച്ചു, അവരെ ബോധ്യപ്പെടുത്തേണ്ടതൊക്കെ ബോധ്യപ്പെടുത്തി, താക്കീതും സന്തോഷ വാർത്തയൊക്കെ അവർക്ക് പകർന്നു കൊടുത്തു. ഇനി അവരെ വിട്ടേക്ക്, കുറച്ചു കാലം അവര് ആലോചിക്കുകയോ നടപടികളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിൽ അവരെ അങ്ങ് വിട്ടേക്കുക. വഅബ്സിർ, എന്നിട്ട് അവിടെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫസൗഫ യുബ്സിറൂൻ, അവരും വൈകാതെ തന്നെ കാണും. കാര്യങ്ങൾ ഏത് വിധത്തിലാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നത് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അവരും വൈകാതെ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ രൂപപ്പെടാൻ പോകുന്നത് എന്നത് കാണുക തന്നെ ചെയ്യും. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്ത്. എന്നിട്ട് അള്ളാഹുവിനെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് പറയുകയാണ്. നമുക്ക് അള്ളാഹുവിനെ വാഴ്ത്തുവാൻ എങ്ങനെയാണ് അതിന് വേണ്ട ഭാഷാ പ്രയോഗം, എങ്ങനെയാണ് അതിൻ്റെ അള്ളാഹുവിനോടുള്ള ആ പ്രകീർത്തനത്തിന്റെ വാക്കുകൾ വേണ്ടത് എന്നതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വിവരണം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി, നിന്റെ നാഥൻ, റബ്ബുൽ ഇസ്സത്തിന്റെ എന്ന് പറഞ്ഞാൽ സകല പ്രതാപങ്ങളുടെയും ഉടയവനായ റബ്ബാണ് നിന്റെ നാഥൻ. ആ റബ്ബ് ഏറെ പരിശുദ്ധിയുള്ളവനാകുന്നു. അമ്മ യസിഫൂൻ, അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല അബദ്ധങ്ങളെ തൊട്ടും അവൻ പരിശുദ്ധനാണ്.
നിന്റെ റബ്ബ് റബ്ബുൽ ഇസ്സത്താണ്, അത്യുന്നതമായ പ്രതാപമുള്ളവനാണ് നിന്റെ റബ്ബ്. അവനെക്കുറിച്ച് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവര് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങളുടെ കാര്യത്തിലൊക്കെ അവൻ അങ്ങേയറ്റം അന്യൂനനാണ്, പരിശുദ്ധനാണ്, തികവാർന്നവനാണ്. അവരുടെ ആരോപണങ്ങളൊന്നും അവനെ ഏശാൻ പോകുന്നേ ഇല്ല. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സ, നിന്റെ റബ്ബ് റബ്ബിക റബ്ബിൽ ഇസ്സ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രതാപമുടയവനായ നിന്റെ റബ്ബ്, അവൻ റബ്ബുൽ ഇസ്സത്ത് കൂടിയാണ്, പ്രതാപത്തിന്റെ നാഥന് കൂടിയാണ്, അല്ലെങ്കിൽ പ്രതാപത്തിന്റെ പേരിൽ വിശിഷ്ടനായിരിക്കുന്ന നാഥനാണ്. അങ്ങനെയുള്ള നിന്റെ നാഥനുണ്ടല്ലോ, അവൻ സുബ്ഹാന അമ്മാ യസിഫൂൻ, അവര് ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന സകല സംഗതികളുടെ കാര്യത്തിലും അവൻ പരിശുദ്ധിയുള്ളവനാണ്. ആ ആയത്തിന്റെ വാചകഘടന നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. സുബ്ഹാന അമ്മാ യസിഫൂൻ എന്നാണ് ആശയപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവര് ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒക്കെ അവൻ മുക്തനാണ്. അവയുടെയൊക്കെ കാര്യത്തിൽ അവൻ തികവുള്ളവനും അന്യൂനനും പരിശുദ്ധിയുള്ളവനുമാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും അവനെ ഏശാനേ പോകുന്നില്ല. അക്കാര്യത്തിലൊക്കെ അവൻ ഏറെ പരിശുദ്ധിയുള്ളവനാണ്. ആരുടെ കാര്യത്തിലാണിത് പറയുന്നത്? റബ്ബുക റബ്ബുൽ ഇസ്സ, നിന്റെ നാഥൻ പ്രതാപത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ പ്രതാപത്തിന്റെ ഉടയവൻ, ഉന്നതമായ പ്രതാപത്തിന്റെ മഹത്വത്തിന്റെ ഉടയവനായ നിന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് അവരുടെ ജൽപ്പനങ്ങളെ തൊട്ട് എല്ലാ നിലക്കും പരിശുദ്ധിയുള്ളവനാണ്. അവരുടെ വില കുറച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെയുള്ള സംസാരം ഉണ്ടല്ലോ, അതൊന്നും അവനെ ഏശാനേ പോകുന്നില്ല. ചെളി വാരി എറിയുന്നവർ സ്വയം ചെളി പുരണ്ടവരായി മാറുകയേ ചെയ്യുന്നുള്ളൂ. അതൊന്നും അള്ളാഹുവിന്റെ മേലെ ഏശാനേ പോകുന്നില്ല. അവൻ അങ്ങേയറ്റം സുബ്ഹാനാണ്, പരിശുദ്ധിയുള്ളവനാണ്. നിന്റെ റബ്ബ് റബ്ബുൽ ഇസ്സത്ത് ഈ ജൽപ്പനങ്ങളെ തൊട്ടൊക്കെ ഏറെ പരിശുദ്ധിയുള്ളവനാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, വാചകഘടന വെച്ച് നോക്കുമ്പോൾ സുബ്ഹാന അമ്മാ യസിഫൂൻ അതിന്റെ മുന്നേ കൊണ്ടുവരിക റബ്ബുക റബ്ബുൽ ഇസ്സത്തി, നിന്റെ നാഥൻ, നിന്റെ പ്രതാപമുടയവനായ നാഥൻ, സുബ്ഹാന അമ്മാ യസിഫൂൻ, അവര് ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ തൊട്ടൊക്കെ അവൻ ഏറെ പരിശുദ്ധിയുള്ളവനാണ്. പ്രതാപമുടയവനായ നിന്റെ റബ്ബ്. ഇങ്ങനെയാണ് ആശയപരമായിട്ട് ആ വാചകത്തെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്താൽ ഉണ്ടാവുക. അതാണ് സാധാരണ വാചകഘടന, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഖുർആന്റെ ശൈലി അങ്ങേയറ്റം ആകർഷകമായതും എക്സ്ട്രീംലി ഇൻട്രിക്കേറ്റ് ആയതുമാണ്. ഖുർആന്റെ വാചകഘടന അത്രയും കൃത്യതയുള്ളതും അങ്ങേയറ്റം വശ്യതയുള്ളതുമാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. പല അറബി ഭാഷയിൽ നടക്കുന്ന കേരളത്തിലെ ഖുതുബകളിലും വെളിയിലും അറബ് ലോകത്തൊക്കെ പലപ്പോഴും ജുമുഅ ഖുതുബകളിൽ ആവർത്തിക്കപ്പെടുന്ന ഖുർആൻ ആയത്തുകളാണ് ഞാൻ ഈ കേൾപ്പിക്കുന്ന ഈ അവസാന ഭാഗം, സൂറത്തു സ്വാഫാത്തിലെ വസലാമുൻ അലൽ മുർസലീൻ, ദൈവദൂതന്മാരുടെ മേൽ ശാന്തി സമാധാനങ്ങൾ. അള്ളാഹുവിന് വിശുദ്ധി, അള്ളാഹു സുബ്ഹാൻ, ദൂതന്മാർക്ക് സലാം. അള്ളാഹുവിന്റെ വിശുദ്ധ ദൂതന്മാർക്ക് അവന്റെ ശാന്തി സമാധാനം ആശംസിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമ്മുടെ നിലപാട് എന്താണ് അള്ളാഹുവിനോട്? പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹുവിനാണ് സർവസ്തുതി. ഇത് നമ്മൾ അംഗീകരിച്ച് പറയുകയും ചെയ്യാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉലകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിനാണ്
സർവസ്തുതിയും. ഒരു നിഷേധിയുടെയും നിഷേധം അവനെ കളങ്കപ്പെടുത്തുകയില്ല. ഒരു അക്രമിയുടെയും അക്രമപരമായ സംസാരമോ നിലപാടോ അല്ലെങ്കിൽ നിഷേധം തന്നെയോ അവനെ ഒരു നിലക്കും ഏശുന്നില്ല, ബാധിക്കുന്നില്ല. അവൻ അതിനേക്കാളൊക്കെ അതീതനായിട്ട് നിലകൊള്ളുന്ന റബ്ബുൽ ഇസ്സത്താണ്. ഏതവസ്ഥയിലും ഇസ്സത്തുടയവനാണ് നിന്റെ റബ്ബ്. അവൻ ഏറെ പരിശുദ്ധനുമാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും അവന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ അത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. ദൈവിക ദൗത്യം നിർവഹിച്ച ദൂതന്മാരോ അവരെന്നും ശാന്തി അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ശാന്തി സമാധാനം നിത്യവും അനുഭവിക്കാൻ കഴിയുന്നവരാണ് അവർ. പ്രതിസന്ധികളിലൊക്കെ അവർ പെടുന്നുണ്ടാവും. പക്ഷെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരുടെ മനസ്സിന് അള്ളാഹു ശാന്തി സമാധാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും അവർക്ക് അത് ആശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി കീർത്തനങ്ങള് ഉലകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിന് തന്നെയാണ്. ഈ വിധത്തിലാണ് സൂറത്ത് സ്വാഫാത്ത് അവസാനിക്കുന്നത്. 182 ആയത്തുകൾ അടങ്ങിയ ഒട്ടേറെ വിഷയങ്ങള് പരാമർശ വിധേയമായിട്ടുള്ള ഒരു സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്ത് സ്വാഫാത്ത്. അതിലെ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠന വിധേയമാക്കിയിട്ടുണ്ടായിട്ടുണ്ട് ഇതിനകം. ഇനി അവശേഷിക്കുന്നത് ഈ സൂറത്തുകളും ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സംശയങ്ങള്, ചോദ്യങ്ങള്, അതുപോലെ മനസ്സിൽ രൂപപ്പെടുന്ന ആലോചനകള്, ഇങ്ങനെയുള്ള സംഗതികൾ പങ്കുവെക്കാനും അത് സംബന്ധമായി കൂടുതൽ വെളിച്ചം കിട്ടാനും ഒക്കെയുള്ള അവസരമാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് 1-2 ദിവസങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കാം ഇൻഷാ അല്ലാഹ്. ചില ചോദ്യങ്ങള് ക്ലാസ്സിനിടക്ക് ചാറ്റ് ബോക്സിൽ കുറിച്ചിട്ടതും അല്ലാത്തതുമായത് നമ്മുടെ മുന്നിലുണ്ട്. അവ വെച്ച് തുടങ്ങാം. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ലൈവായിട്ട് ഉന്നയിക്കുന്നതിനും തടസ്സമില്ല. അപ്പോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാഫാത്ത് ഏതാനും ആഴ്ചകളുടെ ഡ്യൂറേഷൻ കൊണ്ട് നമുക്ക് കൂടുതൽ ആയത്തുകളുടെ എണ്ണമുള്ള ഒരു സൂറത്തിന്റെ പഠനം. ആയത്തുകളുടെ ദൈർഘ്യം കുറവാണ്, പക്ഷെ എണ്ണം 182 ആയത്തുകളുള്ള ഒരു സൂറത്താണല്ലോ. അപ്പോൾ അത്രയും വലിയൊരു സൂറത്താണ് എണ്ണത്തില്. അത് നമ്മൾ പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആന്റെ പഠനം നിർവഹിക്കുന്നതിന്റെ ഖൈറും ബറക്കാത്തുകളും ഒക്കെ നമുക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെയൊക്കെ മേല് വർഷിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.